ഇന്ന് ഞങ്ങളുടെ ഒരു വൈകുന്നേരം ആയാലോ. സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഓട്ടോ ഓടുന്നത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ നന്ദു തന്നെയാണ് ഇരിക്കാറ്. പാവം പൊന്നു പുറകിലേ ഇരിക്കുകയുള്ളൂ. അവൾ ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലോ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ കാണും കേട്ടോ. ആ ബർത്ത്ഡേ മുട്ടായി സൂക്ഷിച്ച് വെച്ച് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. താഴെ റോഡിൽ മെയിൻ റോഡിൽ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഏട്ടൻ പോവേ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് മുകളിലേക്ക് കയറി പോകണം. ഇവരുടെ സ്കൂളിൽ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതുകൊണ്ട് അവിടെ ക്യാൻറ്റീൻ ഓപ്പൺ ആയിട്ടുണ്ട് 2-3 ദിവസത്തേക്ക്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള സന്തോഷമായി കാണുന്നത് കേട്ടോ. അതിനാണ് ഈ തുള്ളി കളിക്കുന്നത്. രണ്ടാളും വന്ന ഉടൻ തന്നെ കുളിച്ച് ഫ്രഷ് ആവും. അവർ കുളിക്കുന്ന സമയത്ത് വേണം എനിക്ക് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് മാഗി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 2 പേർക്ക് മാഗിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ വിശന്നല്ലേ വരുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളതായിരിക്കും മിക്കവാറും 2 പേർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉറപ്പായിട്ട് ഞാൻ വൈകുന്നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ടിവിയോ ഫോണൊക്കെ കുറേ നേരം കാണും. പിന്നെ കുറച്ച് സമയമൊക്കെ കളിക്കുവേ. അപ്പോഴത്തേക്ക് സന്ധ്യയാവും. അതിനുള്ള സമയം കിട്ടാറുള്ളൂ. സന്ധ്യയായ മിക്കവാറും പൊന്നു തന്നെയാണ് വിളക്ക് കൊളുത്താറേ. അപ്പം വിളക്ക് കൊളുത്തി നാമം ജപിക്കും. ഇത് ആദ്യമൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കണമായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പോൾ ഒരു റുട്ടീൻ എന്ന പോലെ തന്നെ പൊന്നു അതെല്ലാം ചെയ്യും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൻ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. വൈകുന്നേരത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം ഈ കടമ്പയൊന്ന് ചാടിക്കിടക്കാൻ. ഞങ്ങൾ 2 ആളും കൂടിയാണ് പഠിക്കാനിരിക്കുന്നത്. ബുക്ക് എടുക്കുമ്പോൾ തൊട്ട് ഇതെങ്ങനെ ഫിനിഷ് ചെയ്യുമെന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. ടീച്ചറൊക്കെ ആവണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ. അതൊക്കെ എന്നെ ഒരു വലിയ പേടി സ്വപ്നമാക്കി മാറ്റിയ ആളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഈ സ്ലേറ്റിലാണ് എഴുതുന്നേ? ഞങ്ങൾ ഇവിടെ ഇരിക്കും. പുറകിൽ പൊന്നു ഇരിപ്പുണ്ടേ. അവൻ അവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. അവൻ അവിടെ നടത്തുന്നത് സൈലന്റ് സ്റ്റഡിയാണ്. ഒച്ചയും ബഹളം ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനത്തെ പല കാഴ്ചകളും കാണാം കേട്ടോ. സ്ഥിരമായിട്ടിരുന്ന് പഠിക്കുകയൊന്നുമില്ല. ഒരു 2 മിനിറ്റ് പഠിക്കും. പിന്നെ കുറച്ച് നേരം ഈ ബോൾ ഇങ്ങനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് വഴക്ക് പറയാൻ പോയാൽ അപ്പം പറയും എനിക്ക് പഠിക്കാനുള്ള മൂഡ് പോയിന്ന്. അതുകൊണ്ട് ഞാൻ ഈ മൂഡൊന്നും കളയാറില്ല. അവന് ഇഷ്ടമുള്ളത് പോലെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.